കുറെ വർഷങ്ങൾക്ക് ശേഷം സ്ത്രീകൾ പ്രസവിക്കാതെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റെഡിമെയ്ഡായി കുഞ്ഞുങ്ങളെ വാങ്ങുന്നു. ഈ ലേഡി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് ബില്ലടിച്ച് വാങ്ങിക്കൊണ്ട് പോകുന്നു. പെട്ടെന്ന് അവൾ കണ്ണു തുറക്കുമ്പോൾ അതെല്ലാം സ്വപ്നമാണ്. പക്ഷേ ഇവൾ ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടവും ഏകദേശം അങ്ങനെ തന്നെയാണ്. കാരണം ഇവൾക്ക് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ല. പക്ഷേ ഇവളുടെ ഫ്രണ്ട്സ് ആർട്ടിഫിഷ്യലായി ഒരു പോഡ് യൂസ് ചെയ്ത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. കാരണം അവരുടെ വയറ്റിൽ ചുമന്നാൽ ശരീരത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പോഡിലൂടെ പ്രസവിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് വിശ്വസിക്കുന്നു. അതിനായി ഒരു പോഡ് സെന്ററും നടത്തുന്നു. അച്ഛന്റെയും അമ്മയുടെയും ബോഡിയിൽ നിന്നും സ്പെർമും എഗ്ഗും കളക്ട് ചെയ്ത് ഈ പോഡിനകത്ത് വെക്കുന്നു. ആ പോഡിന് വേണ്ടി ഒരു ആപ്പും ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ആ ആപ്പിൽ കുഞ്ഞിന് എന്തെല്ലാം ടേസ്റ്റ് ശീലിപ്പിക്കണം, എന്തെല്ലാം മ്യൂസിക് കേൾപ്പിക്കണം, ഇതെല്ലാം പാരന്റ്സ് തന്നെ ചൂസ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ അവരുടെ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നു. ഇവർ ആദ്യം ഇതെല്ലാം സമ്മതിച്ച് തന്നെയാണ് പോഡ് സെന്ററിൽ കുഞ്ഞിനെ ഉണ്ടാക്കുന്നത്. പക്ഷെ പോഡിലൂടെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയതാണെങ്കിലും ജനിക്കുന്നതെങ്കിലും നാച്ചുറൽ ആയി പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ പോഡ് സെന്ററിൽ ബുക്കിംഗ് കൂടുതലായതുകൊണ്ട് മാസം തികയാതെ കുഞ്ഞിനെ എടുത്ത് ഇൻക്യുബേറ്ററിൽ വെക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് അവരറിയാതെ പോഡിനെയും എടുത്ത് വേറെ നാട്ടിലേക്ക് പോകുന്നു. അതറിഞ്ഞ് സെന്ററിലുള്ളവർ പോഡിന്റെ ആപ്പ് ആക്ടിവേഷൻ ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ കുഞ്ഞ് ജനിക്കേണ്ട സമയമായതും അലാറം അടിക്കുന്നു. അതുകൊണ്ട് ആപ്പിന്റെ സഹായമില്ലാതെ അത് തുറക്കാൻ കഴിയാതെ എന്തൊക്കെയോ ചെയ്ത് ആ പോഡ് തുറന്ന് കുഞ്ഞിനെ പുറത്തെടുക്കുന്നു.